ഓൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റീഡിംഗ് കോംപ്രിഹെൻഷൻ്റെ കുറച്ച് ട്രിക്സും ടിപ്സും ഒക്കെയാണ്. റീഡിംഗ് കോംപ്രിഹെൻഷനൊക്കെ നമുക്ക് ഒരുപാട് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. പക്ഷേ എങ്ങനെ നമുക്ക് എക്സാമിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോകാം, അല്ലെങ്കിൽ നമ്മുടെ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് നോക്കാൻ പോവുകയാണ്. സോ എല്ലാവർക്കും വെൽക്കം. നമുക്ക് നോക്കാം റീഡിംഗ് കോംപ്രിഹെൻഷൻ ഈസി ആക്കാനായിട്ട്. ഇതിൽ പ്രത്യേകിച്ച് ഒത്തിരി ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ആ രീതിയിൽ കുറച്ച് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം ഞാൻ പറയുന്നത് റീഡ് ചെയ്യുക എന്നതാണ്. റീഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ഒരു റീഡിങ് ഹാബിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ അവർക്ക് ഈ റീഡിങ് കോംപ്രിഹെൻഷൻ കുറച്ചുകൂടിയും എളുപ്പമായിരിക്കും. പാസേജൊക്കെ കാണുമ്പോൾ കുറച്ചുകൂടിയും അവർക്കിത് ഈസി ആകും. കാരണം നല്ല റീഡിങ് ഹാബിറ്റ് ഉള്ള ഒരാളുടെ ഐ സ്പാൻ കൂടുതലായിരിക്കും. ഈ ഐ സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ സ്പാൻ. സോ ഐ സ്പാൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരൊറ്റ സിംഗിൾ ഗ്ലാൻസിൽ നമുക്ക് എത്ര വേർഡ്സ് കാണാൻ പറ്റുന്നു. പലരുടെയും ഐ സ്പാൻ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ചില കുട്ടികൾക്ക് ഒറ്റ നോട്ടത്തിൽ 2 വേർഡ്സ് ആയിരിക്കും കാണുക. പക്ഷെ നല്ല റീഡിങ് ഹാബിറ്റ് ഉള്ള ഒരാൾക്ക് 6-7 വേർഡ്സ് ഒക്കെ ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് ഇത്രയും വേർഡ്സ് അല്ലെങ്കിൽ 6-7-8 വേർഡ്സ് ഒക്കെ ഒറ്റ ഗ്ലാൻസിൽ കാണാൻ പറ്റുന്ന കുട്ടികളൊക്കെ ആയിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് ഓക്കെയാണ്. പക്ഷേ അതില്ലാത്തവർക്ക് ഇത് നമുക്ക് അധികം സമയമില്ല. നമ്മൾ എന്ത് ചെയ്യും? ഐ സ്പാൻ കൂട്ടാനായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഡെയിലി ഇംഗ്ലീഷിലൊരു 10 മിനിറ്റെങ്കിലും എന്തെങ്കിലും വായിക്കാം. അത് 10 മിനിറ്റ് ഡെയിലി ചെയ്യാം കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 മിനിറ്റ് എങ്കിലും മിനിമം ആണ് ഞാൻ പറഞ്ഞ 10 മിനിറ്റ് എന്തെങ്കിലും ഇംഗ്ലീഷിൽ വായിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സ്റ്റോറീസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ആർട്ടിക്കിളോ ന്യൂസ് പേപ്പറോ എന്താണെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ അത് ഇംഗ്ലീഷിൽ തന്നെ വായിക്കാനായിട്ട് ശ്രമിക്കാം. ഇംഗ്ലീഷിൽ എന്തെങ്കിലും ഒരു കാര്യം ഡെയിലി 10 മിനിറ്റ്. 10 എന്നുള്ളത് നിങ്ങൾക്ക് 15 ആക്കാം, 20 ആക്കാം. പക്ഷെ വായിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വായിക്കാൻ ശ്രമിക്കുക. കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് തന്നെ വായിക്കാം. അപ്പോൾ തുടക്കം ഞാൻ പറയുന്നത് സ്റ്റാർട്ട് ചെയ്യാനായിട്ടൊരു 10 മിനിറ്റ്സ്. അത് നമ്മുടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടുന്നത് വരെ, അതായത് നമുക്ക് എക്സാം എല്ലാം കഴിഞ്ഞ് നല്ല ഇത് കിട്ടുന്നിടം വരെ എങ്കിലും നിങ്ങളത് പ്രാക്ടീസ് ചെയ്യും. സോ പയ്യെ നമ്മൾ പ്രത്യേകിച്ച് വേറെ എഫേർട്ടൊന്നും എടുക്കാണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെയും ഈസി ആയിട്ട് റീഡിംഗ് കോംപ്രിഹെൻഷനെ കാണാൻ പറ്റും, അല്ലെങ്കിൽ റീഡിംഗ് എന്നൊരു ഹാബിറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാൻ പറ്റും. ഓക്കെ, സോ അത് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. സോ പയ്യെ നമ്മുടെ ഐ സ്പാനൊക്കെ കൂടും. നമുക്കും വായിക്കാനായിട്ട് നല്ല സ്മൂത്തായിട്ട് ഫ്ലോയിൽ വായിക്കാനൊക്കെ ആയിട്ട് പറ്റും. ഇത് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വായിക്കാനൊക്കെ അറിയാം അല്ലേ. ഇപ്പം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇപ്പോൾ കുറേ നാൾ നമ്മൾ ഒന്നും എഴുതുന്നില്ല എന്ന് വിചാരിക്കാം. അതായത് നമ്മളിപ്പം സ്കൂളൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ കോളേജൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ്റെ ടൈമിൽ നമ്മളൊന്നും എഴുതേണ്ട വരുന്നില്ല. നമുക്കൊന്നും എഴുതണ്ട, ഒന്നും എഴുതാനില്ല, പെണ്ണെടുത്ത് ഒന്നും എഴുതുന്നില്ല. ഇത് കഴിഞ്ഞിട്ടൊരു 3-4 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ട് എഴുതുമ്പോഴത്തേക്കും നമുക്കതുമായിട്ടൊന്ന് ഇണങ്ങി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഒത്തിരി നാളുകളൊന്നുമല്ല, ഏകദേശം കുറച്ച് സമയം എടുക്കും. നമുക്ക് പണ്ടത്തെ പോലെ ഫ്ലോയിൽ അങ്ങ് എഴുതാനൊക്കെ ആയിട്ട്. അതുപോലെ ചില പുതിയ പെണ്ണൊക്കെ വെച്ച് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ പറയുന്ന പോലെ ആ ഒരു ഫ്ലോ കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ എക്സാമിന് ആദ്യമായിട്ട് ചെന്നിട്ട് ഈ ഫ്ലോ ഒക്കെ തപ്പിയെടുക്കുക, അല്ലെങ്കിൽ ഫ്ലോ കിട്ടണം, എക്സാമിന് ചെല്ലുമ്പോൾ ഫ്ലോ കിട്ടിക്കോളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ റീഡിങ്ങിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ വായിക്കാനായിട്ട് നമ്മൾ ഒരു ഹാബിറ്റിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുകയാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും ഫസ്റ്റ് ടിപ്പായിട്ട് നമുക്ക് പറയാനുള്ളത്. ആൻഡ് ഇനി ഈ റീഡിംഗ് കോംപ്രിഹെൻഷൻ പലരും പറയാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു പാസേജും ഉണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട്, സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇതിലേതാണ് ആദ്യം വായിക്കേണ്ടത്? പാസേജ് വായിക്കുന്നതാണോ എളുപ്പം, അല്ലെങ്കിൽ ആൻസറിലേക്ക് എത്താൻ എളുപ്പം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആദ്യം വായിക്കുന്നതാണോ നമുക്ക് ആൻസർ സോൾവ് ചെയ്യാനായിട്ട് എളുപ്പം? ഏതായിരിക്കും? നിങ്ങൾ പലരും ഇതിൽ 2 മെത്തേഡും ഫോളോ ചെയ്യുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് മാത്രം കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്നവരുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 2 മെത്തേഡും എഫക്റ്റീവാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതാണോ ആൻസറിലേക്ക് എത്താൻ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് ആദ്യം ക്വസ്റ്റ്യൻസ് വായിക്കുന്നതാണോ അല്ലെങ്കിൽ ആദ്യം പാസേജ് വായിക്കുന്നതാണോ നിങ്ങൾക്ക് എളുപ്പമെന്ന് നിങ്ങൾ നോക്കാം. അത് ചിലപ്പോൾ ഒരു പാസേജ് ചെയ്യുമ്പോൾ മനസ്സിലാവണമെന്നില്ല, 2 ചെയ്യുമ്പോൾ മനസ്സിലാവുന്നില്ല, 5, 6, 7, 8, 10 പാസേജൊക്കെ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത്
നമുക്ക് ഇത് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ പാസേജ് വായിക്കുമ്പോഴാണ് ആൻസറിലേക്ക് എത്താൻ കൂടുതൽ എളുപ്പം. ആദ്യം പാസേജ് വായിക്കുന്നു, അല്ലെങ്കിൽ ആദ്യം ക്വസ്റ്റ്യൻസ് വായിക്കുന്നതാണ് പാസേജിലേക്ക് എത്താൻ അല്ലെങ്കിൽ ആൻസറിലേക്ക് എത്താൻ കൂടുതൽ എളുപ്പം. ഇത് നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ട ഒരു മെത്തേഡാണ്. ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ടിന് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വായിക്കുന്നത് എളുപ്പം, അല്ലെങ്കിൽ ആദ്യം ക്വസ്റ്റ്യൻസ് വായിക്കുന്നതായിരിക്കും എളുപ്പം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ചിലപ്പോൾ പാസേജ് വായിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഏതാണോ ഈ രണ്ട് മെത്തേഡിലും ഈസി ആയിട്ടുള്ളത് അത് നമ്മൾ ഫോളോ ചെയ്യുക. നമുക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുക. ഓക്കെ. ആൻഡ് നമ്മൾ എക്സാമിൻ്റെ സമയത്ത് ഇത് ആദ്യമായിട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഫ്ലോ നഷ്ടമാകും. അപ്പം എക്സാമിന് മുമ്പ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ എന്താണോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ആ സെയിം മെത്തേഡ് തന്നെ എക്സാമിനും ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തന്നെ സ്മൂത്തായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ടൈം മാനേജ്മെൻ്റ് ആണ്. ടൈം മാനേജ്മെൻറ്റ് എപ്പോഴും കുട്ടികൾക്ക്, പ്രത്യേകിച്ച് SSCക്കൊക്കെ സമയം പോകുന്ന, ഇംഗ്ലീഷിൽ ടൈം പോകുന്ന ഒരു ഏരിയ ആണ് ഈ റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ. അതായത് പാസേജ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. അപ്പം ചിലപ്പോൾ നമുക്ക് അറിയില്ലാത്ത വേർഡ്സൊക്കെ വരും. നമുക്ക് എല്ലാവർക്കും എല്ലാ വേർഡ്സും, ലോകത്തുള്ള എല്ലാ ഇംഗ്ലീഷ് വേർഡിനെയും മീനിങ് നമുക്ക് അറിയണമെന്നില്ല, അല്ലേ? എല്ലാവർക്കും അറിയാത്തത്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെക്കാൾ ഒരുപാടുണ്ട് നമുക്ക് അറിയില്ലാത്ത വേർഡ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും എല്ലാം അറിയണമെന്നൊന്നുമില്ല. പക്ഷെ ചിലർക്ക്, അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു പാസേജ് കിട്ടുമ്പോൾ ഏതെങ്കിലും ഒരു വേർഡ് കിട്ടില്ല, അല്ലെങ്കിൽ മീനിങ് എന്താണെന്ന് അറിയില്ല, പക്ഷെ അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കരുത്. അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് വായിച്ചു പോവുക. ആ പാസേജ് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു വേർഡ് നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ ഒരു വേർഡിൻ്റെ മീനിങ് അറിയില്ല, ഒരു പ്രശ്നവും ഇല്ല. പാസേജ് കംപ്ലീറ്റ് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ മീനിങ് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, പാസേജിൽ 1-2 വേർഡ് അറിയില്ല, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് മനസ്സിലായില്ലെന്ന് വെച്ചാൽ അവിടെ സ്റ്റക്കായിരിക്കരുത്. അത് മാത്രമല്ല, നമ്മുടെ പ്രാക്ടീസിൻ്റെ സമയത്ത് നമ്മൾ ആദ്യമൊക്കെ പ്രാക്ടീസ് ചെയ്യും. ഒരു പാസേജ് എടുത്ത് നമ്മൾ ചെയ്യും. പിന്നീട് നമുക്ക് അത്യാവശ്യം പാസേജൊക്കെ ചെയ്യാറായി, അല്ലെങ്കിൽ നല്ല കോൺഫിഡൻ്റ് ആയി എന്ന് കാണുമ്പോൾ നമ്മൾ പിന്നെ ടൈമർ വെച്ച് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ഫോണിലൊക്കെ ഇപ്പം സ്റ്റോപ്പ് വാച്ചും അല്ലെങ്കിൽ ടൈമറൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കുക എത്ര സ്പീഡിൽ നമുക്കൊരു പാസേജ് സോൾവ് ചെയ്യാൻ പറ്റുന്നു. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ എടുക്കുക. 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്, എത്ര മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റും, എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുമോ, കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റുമോ, അത്രയും നമുക്കാണ് അഡ്വാൻറ്റേജ്. കാരണം നമുക്ക് അധികം സമയം എടുക്കാനില്ല. 7, 8, 10 മിനിറ്റും ഒക്കെ ഇതിന് മാത്രമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം എത്ര ഷോർട്ട് പീരീഡിൽ നമുക്കിത് ചെയ്യാൻ പറ്റുമോ അത്രയും നമുക്ക് എളുപ്പമാണ്. അപ്പോൾ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ സമയത്ത് എഴുതാൻ പറ്റൂ. കാരണം എല്ലാവർക്കും ഇതിൽ പലതും ചെയ്യാൻ അറിയാവുന്നതായിരിക്കും. റീഡിങ് കോംപ്രിഹെൻഷൻ ആയിക്കോട്ടെ, നമുക്കൊരു അരമണിക്കൂർ കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താം, അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താം. പക്ഷെ നമുക്ക് ഈ റീഡിങ് കോംപ്രിഹെൻഷന് വേണ്ടി മാത്രം അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് മാറ്റി വെക്കാൻ പറ്റില്ല. ആ നിസ്സാര ചുരുങ്ങിയ ടൈം കൊണ്ട് എത്രത്തോളം ആൻസർ ചെയ്യാൻ പറ്റും അതാണ് നമ്മളിവിടെ നോക്കേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടൈം വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. അത് ഏറ്റവും ആദ്യം ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ആദ്യമൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ വീട്ടിൽ ചെയ്യുമ്പോഴത്തേക്കും 10 മിനിറ്റോ 20 മിനിറ്റോ എത്രയെന്ന് വെച്ചാൽ എടുക്കുക. നിങ്ങളുടെ ടൈം എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങൾ എടുക്കുക. പക്ഷേ വൺസ് ഈ പാസേജ് ഒന്ന് ഓക്കെ ആയി, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഏത് പാസേജ് ഉണ്ടായാലും കോൺഫിഡൻ്റ് ആണെങ്കിൽ ആ ഒരു പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും പിന്നെ ടൈം വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യാം. ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ എനിക്ക് പറയാനുണ്ട്. അതായത് ഈ വായിക്കുന്നതിനെ പറ്റി പറയുമ്പോൾ ഒരു എക്സാം ഹോളിൽ നമുക്ക് ഒരിക്കലും ഉറക്കെ വായിക്കാൻ പറ്റില്ല, അല്ലേ? അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. എക്സാം ഹോളിൽ ഉറക്കെ വായിക്കാൻ പറ്റില്ല. പലപ്പോഴും നമ്മൾ പലരും പണ്ട് മുതലേ വായിക്കുന്നത് ഉറക്കെ വായിച്ച് പഠിക്കും. അതൊരു ഹാബിറ്റാണ്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലൊക്കെ ഉറക്കെ വായിക്കും. പക്ഷേ എക്സാം ഹോളിൽ അത് പറ്റില്ല. പിന്നെ എന്ത് ചെയ്യും? പലരും ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഉറക്കെ വായിക്കാൻ പറ്റില്ല, പയ്യെ ചെറിയ സൗണ്ടിൽ, അതായത് നമുക്ക് മാത്രം കേൾക്കാവുന്ന രീതിയിൽ ചെറിയൊരു വോയിസിൽ സംസാരിക്കും അല്ലെങ്കിൽ വായിക്കും. അതും നമുക്ക് ഈ പാസേജിൻ്റെ സമയത്ത് വേണ്ട. കാരണം നമ്മുടെ ഒരു റീഡിങ് സ്പീഡ് കുറയ്ക്കാനായിട്ട് അത് കാരണമാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വായിച്ചിങ്ങനെ ഓരോ വേർഡും പയ്യെ നമ്മളിങ്ങനെ പെറുക്കി ഓരോ വേർഡായിട്ട് എടുത്തൊക്കെ വായിക്കാൻ തുടങ്ങും. റീഡിങ് സ്പീഡ് കുറയും, കോൺസെൻട്രേഷൻ കുറയുന്നൊക്കെയാണ് പറയുക. അപ്പോൾ വായിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എക്സാം ഹോളിൽ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് തന്നെ പ്രാക്ടീസ് ചെയ്യുക, നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യുക, മനസ്സിൽ വായിക്കാം, മനസ്സിലാക്കി വായിക്കാം. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്കും എത്താൻ പറ്റും, കോൺസെൻട്രേഷനും പോവില്ല, കറക്റ്റായിട്ട് വായിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു ടിപ്സും ട്രിക്സും ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് റീഡിങ് കോംപ്രിഹെൻഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.